ഹരിയാന മുൻ മുഖ്യമന്ത്രി ഓം പ്രകാശ് ചൗട്ടാല അന്തരിച്ചു. 89 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഗുരുഗ്രാമിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. INLD നേതാവായ ഓം പ്രകാശ് ചൗട്ടാല 4 തവണ ഹരിയാന മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി. ബൽറാം, ഹരിയാന രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലെയും ഗതിവിഗതികളെ നിർണയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കുടുംബത്തിലെ ഒരു കാരണവർ എന്ന് നമുക്ക് ഓം പ്രകാശ് ചൗട്ടാലയെ എല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാം, അല്ലേ? തീർച്ചയായും വിജയകുമാർ, സമീപകാലത്ത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതായി എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും രാഷ്ട്രീയമായി നിർണയിച്ച ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ തന്നെ നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി, അദ്ദേഹത്തിന്റെ പിതാവിന്റെ രാഷ്ട്രീയ പാരമ്പര്യം തന്നെയായിരുന്നു. ഈ ഓം പ്രകാശ് ചൗട്ടാലയെ സംബന്ധിച്ചിടത്തോളം ഒരു തികഞ്ഞ പ്രായോഗിക രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലായിരിക്കും അദ്ദേഹത്തെ രാജ്യം തന്നെ വിലയിരുത്തുക. 4 തവണ ഹരിയാനയുടെ മുഖ്യമന്ത്രിയായി അദ്ദേഹം, 3 തവണ ഹ്രസ്വമായ കാലയളവിലായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ അവസാന കാലഘട്ടം 5 വർഷം തികച്ച് അദ്ദേഹം ഭരിച്ചു. ഒപ്പം ഒട്ടേറെ വിവാദങ്ങളിലും ഉൾപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് ഓം പ്രകാശ് ചൗട്ടാല. ഒടുവിൽ തിഹാർ ജയിലിലെ ഏറ്റവും പ്രായമേറിയ തടവുകാരൻ, 87-ാം വയസ്സിലും അദ്ദേഹം തിഹാർ ജയിലിലായിരുന്നു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെലവഴിച്ചിരുന്നത്. ഈ ഹരിയാന രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു സ്ഥാനം അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഏത് കാലഘട്ടത്തിലും. ഒപ്പം തന്നെ അദ്ദേഹം ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത് 89 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് ചൗധരി ദേവിലാൽ ഉപപ്രധാനമന്ത്രിയായ ഘട്ടത്തിലാണ് പകരമായി മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. പിന്നീട് 3 തവണ കൂടി അദ്ദേഹം ഹരിയാനയുടെ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റു. അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ശക്തി ക്ഷയിച്ചതും ഒപ്പം തന്നെ വേട്ടയാടിയ വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളുമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതായത് എങ്കിൽ പോലും ഹരിയാന പഞ്ചാബ് രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായ ശക്തിയായിരുന്നു അദ്ദേഹം. ഇക്കഴിഞ്ഞ ഹരിയാന തിരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിന്റെ പാർട്ടി INLD സമാഹരിച്ച വോട്ടുകൾ അത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും രാഷ്ട്രീയ പ്രസക്തി വ്യക്തമാക്കുന്നതാണ്. പാർട്ടിക്കുള്ളിലെ പിളർപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഗുരുഗ്രാമിലെ വസതിയിൽ വെച്ചാണ് 89-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അദ്ദേഹത്തെ ഏറെക്കാലമായി അലട്ടിയിരുന്നു. വിജയകുമാർ, യെസ്, ആരോപണങ്ങൾ ഏറെയുണ്ട്, അഴിമതി ആരോപണങ്ങൾ ഏറെയുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഓം പ്രകാശ് ചൗട്ടാല ഹരിയാന രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഡൽഹി രാഷ്ട്രീയത്തിലും ഒരു ഘട്ടത്തിൽ നിർണായകമായിരുന്നു. താവു ദേവിലാൽ, ഓം പ്രകാശ് ചൗട്ടാല, അജയ് ചൗട്ടാല, അഭയ് ചൗട്ടാല, ദുഷ്യന്ത്, അങ്ങനെ ആ രാഷ്ട്രീയ കുടുംബമാണ് യഥാർത്ഥത്തിൽ ദേവിലാലിൻ്റെ കുടുംബം. അത് ഹരിയാന രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഡൽഹി രാഷ്ട്രീയത്തിലൊക്കെ എക്കാലവും നിർണായകവുമായിരുന്നു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.